പ്രസംഗം നടന്നതിന് മുമ്പ് ഞാൻ മൈക്ക് കൈക്കലാക്കി ഉദ്ഘാടന പ്രസംഗം നടത്തിയാണ്. ഈ 3 പരിപാടികൾ കൂടി പറവൂർ കഴിഞ്ഞിട്ട് 12 മണിക്ക് കണ്ണമാലിയിൽ എത്താമെന്ന് പറഞ്ഞു. തിരിച്ച് വീണ്ടും എറണാകുളത്ത് വരേണ്ടത്. അപ്പോൾ എല്ലാവരും ഒരു സാധനം പറയേണ്ട എന്തായാലും അധ്യക്ഷനോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. കുഞ്ഞിത്തൈ ബാങ്കിൻ്റെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ബാങ്ക് പ്രസിഡന്റിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ നാട്ടിലെ അഭിമാനങ്ങളായ ആളുകളെയാണ് ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്നത്. നമുക്ക് സാധാരണ അവാർഡുകൾ കൂടാതെ 3 അവാർഡുകൾ വേറെ ഇന്നുണ്ട് അല്ലേ? അതായത് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോമേഴ്സിൽ PhD കരസ്ഥമാക്കിയ സി ഷമീർ, MBBS കിട്ടിയ നിരഞ്ജന, അതുപോലെ B.Ed.ന് 3rd റാങ്ക് യൂണിവേഴ്സിറ്റി കിട്ടിയ കാർത്തിക, 3 പേരുണ്ട്. 3 പേരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതുപോലെ നമ്മുടെ SSLCക്കും +2നും മാർക്ക് കിട്ടിയ കുട്ടികൾ ഇനിയും നന്നായി പഠിക്കണം, നല്ല മിടുക്കരാവണം. ഇപ്പം മുമ്പിലിരിക്കുന്ന ഇവരെ പോലെയൊക്കെ ആയി മാറണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല മിടുക്കരായി ബുദ്ധിമിടുക്കികളായി എത്തുമ്പോൾ അതിൻ്റെ അഭിമാനം നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഈ നാടിന് കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയും. പക്ഷെ ബാങ്ക് പറയുന്നത്, കുഞ്ഞിത്തൈ ബാങ്ക് പറയുന്നത്, നിങ്ങൾ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നവും പ്രതീക്ഷയല്ല, നിങ്ങൾ നാടിന്റെ കൂടി സ്വപ്നവും പ്രതീക്ഷയുമാണ് എന്നാണ് പറയുന്നത്. വർഷം തോറും നടത്തിവരാറുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങും ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജൈവ പച്ചക്കറി തൈകൾ വിതരണം നടത്തുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ റിസ്ക് ഫണ്ട് വിതരണവും 3 പേർക്ക് മരിച്ചുപോയ 3 പേർക്ക് റിസ്ക് ഫണ്ടും വിതരണവും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർകളാണ്. മുഖ്യ പ്രഭാഷണം